കെട്ടിയിട്ടില്ല, ആനേനെ ഓടിച്ചിട്ടുള്ളൂ. ഇത്രയും വൃത്തികെട്ടാണ് നമ്മളെ കൊണ്ട്. എന്റെ കാല് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടോ ഞാൻ 2 മാസം ഞാൻ ഇരുന്നത്. ഉദ്യോഗസ്ഥർ വഞ്ചിച്ചു തന്നെയാണ് ഉറപ്പായിട്ടും. അല്ലാണ്ട് ഈ ഇവിടുന്ന് 140 പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇത് നമ്മളെല്ലാം ഇവിടുന്ന് മാറ്റിയിട്ട് ആനനെ ഇവിടുന്ന് കയറിയോളും. കാരണം വേറെ ഒരു പാവം ആനകൾ പറയും ഇത് ഇത്രയും വൃത്തികെട്ടാണ് നമ്മളെ കൊണ്ട്. എന്റെ കാല് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടോ ഞാൻ 2 മാസം ഞാൻ ഇരുന്നത് ഈ ആന ഒറ്റ വരുന്ന കാരണം. അപ്പൊ നമുക്ക് വിഷമമുണ്ട്. ഇവരെ ഓടിച്ചു, ഇത് ബൈക്കിൽ പോകുന്ന സകല ആൾക്കാർ എന്റെ വീട്ടുമുറ്റത്തിട്ട് എന്നെ ഓടിച്ചതാ ഈ ആന. വണ്ടിയില്ല, എല്ലാം അപ്പൊ ഇവര് കരുതി കുട്ടിയല്ലേ. ആഴിയോ ഇല്ല, തഹസിൽദാറില്ല, ഒരു IPS ഉദ്യോഗസ്ഥരില്ല, ഒന്നുമില്ലല്ലോ. എല്ലാം അവിടെ പോയി. എൻ്റെ പൊന്ന് സാറേ, റേഞ്ചർ വന്നിരുന്നു, ഫോറസ്റ്റുകാർ വന്നിരുന്നു, എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ആനയ്ക്ക് മയക്കുവെടി വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് കയറ്റി കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ഇവർ അത് കഴിഞ്ഞിട്ട് JCB ഉപയോഗിച്ച് ആ മഴയത്ത് ഇവർ ബക്കറ്റും കൊണ്ട് കീറിയിട്ട് ആന ഇറങ്ങി ഓടി. ആനയ്ക്കോട്ട് ബക്കറ്റും കൊണ്ട് ഒരു അടിയും കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ക്രെയിൻ കൊണ്ടുപോയി ഇടിച്ചിട്ട് ആന തിരിച്ചോടിയേക്കാണ്. തിരിച്ചോടി കഴിഞ്ഞപ്പോൾ 100-150 വീടുകൾ അവിടെ ഉള്ളതാണ്. എല്ലാ പിള്ളേരുകളും ഈ പുറത്തിറങ്ങി നടക്കുന്ന സമയങ്ങളാണ്. ഒന്നാമത് സ്കൂൾ അവധിയും കൂടെ. അത് കഴിഞ്ഞിട്ട് ഈ ഫോറസ്റ്റുകാർ, ഇവർ റേഞ്ചറും, ഇവരാരും ഇവിടെ ഇല്ല. ഈ ആനയെ കൊണ്ടുപോയിരിക്കുന്ന ജനവാസ മേഖലയിലേക്ക് തന്നെയാണെന്നാണോ പറയുന്നത്? ആനേനെ ഇവർ കെട്ടിയിട്ടില്ല, ആനേനെ ഓടിച്ചിട്ടുള്ളൂ. ആനേനെ ഇവരെ ഒന്നും ചെയ്തിട്ടുമില്ല. ആനേനെ പുറകെ ഓടിച്ച് നേരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടുള്ളൂ. തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാണ് 2 ആനകളും വേറെ ഉണ്ട്. അത് ഇതേ മറ്റേ മുകളിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് ഈ കൂലിപ്പണി എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാം